നോ പെയിൻ നോ ഗെയിൻ. പെയിൻ ഇല്ലാതെ ഗെയിൻ ചെയ്യാൻ പറ്റില്ലെന്ന്. വില കൊടുത്താൽ വിലയുണ്ടാകും. ഒരു നല്ല ശില്പിയുടെ കയ്യിലേക്ക് ഒരു നല്ല കല്ല്, ഒരു നല്ല മരം കിട്ടിയാൽ അതിന് ആദ്യം രൂപഭംഗിയൊന്നുമില്ല. പക്ഷേ ശില്പി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിപ്പ് ദ അൺവാണ്ടഡ് എന്ന് പറയും, അല്ലെങ്കിൽ റിമൂവ് ദ അൺവാണ്ടഡ്. വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം ആ ഉളി കൊണ്ട് കൊത്തി 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 അത് മാറ്റും. അത് കഴിയുമ്പോഴും ശില്പിയുടെ മുമ്പിൽ ശില്പിയുടെ മനസ്സിലുണ്ടായിരുന്ന ആ രൂപഘടന ആ മരത്തിന്മേൽ, ആ കല്ലിന്മേൽ വിരിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മളിങ്ങനെ കേട്ടില്ലേ, there is no victory without battle. യുദ്ധമില്ലാതെ വിജയമില്ല. അപ്പൊ യുദ്ധത്തിൽ നഷ്ടമുണ്ട്, കഷ്ടങ്ങളുണ്ട്, വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അപ്പൊ ജീവിതം ഒരു വലിയ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചാലാണ് ശരിയായ വിജയങ്ങളെ നമുക്ക് കൈവരിപ്പാൻ കഴിയത്തുള്ളൂ. പെയിനാണ് വാസ്തവത്തിൽ ഈ പഠിക്കുക എന്ന് പറയുന്നില്ലേ, അപ്പനും അമ്മയ്ക്ക് എടാ ഇരുന്ന് പഠിയടാ, എടീ ഇരുന്ന് പഠിയെന്നൊക്കെ പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ അവർക്ക് അതിന് വലിയ പെയിനാണ്. കാരണം അവർക്ക് കളിച്ചും ചിരിച്ചും മൊബൈൽ നോക്കി സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ പോകാനാ താല്പര്യം. പെയിൻ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അപ്പൻ്റെയും അമ്മയുടെയും ടീച്ചേഴ്സിൻ്റെ ഒക്കെ നിർബന്ധ ബുദ്ധിയിൽ പെയിൻ എടുത്ത് അവർ പഠിച്ച് പാസ്സായി ഉന്നതമായ നിലയിലെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി, അയ്യോ ഇങ്ങനെ ഒരു ഗെയിനിങ് ഉണ്ടായിരുന്നോ, ഇങ്ങനെ ജീവിതത്തിലേക്ക് വിജയങ്ങളെ കൈവരിപ്പാൻ കഴിയുമോയിരുന്നെന്ന് പിന്നീടാണ് തിരിച്ചറിയുന്നത്. പക്ഷെ അതിന് എന്ത് വേണമായിരുന്നു? പെയിൻ ഉണ്ട്. നാട്ടിൽ പറഞ്ഞു കേട്ടില്ലേ, മെത്തമേൽ കിടന്നാൽ വിദ്യ ഉണ്ടാകുകയില്ല. മെത്തയെ കിടന്നു കഴിഞ്ഞ് നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കാം. സുഖമാണ് മെത്തയിൽ, ഇപ്പോൾ എ സിയോ അല്ലെങ്കിൽ നല്ല കാലാവസ്ഥയ്ക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അവിടെ കിടന്ന് പലതും ചിന്തിക്കാം. പക്ഷെ ഒരു കാര്യമില്ല, അതൊന്നും റിയാലിറ്റി വരികയില്ല. റിയാലിറ്റി വരണമെങ്കിൽ വി ഹാവ് ടു ബ്രേക്ക് ദ കംഫോർട്ട് സോൺ. നമ്മൾ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വരുന്നത്. ഒരു അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞ് അവിടെ വളരെ കംഫർട്ടബിളാണ്. പക്ഷെ അവിടെ നിന്നും ഡെലിവറിയിൽ പുറത്തു വരുമ്പോൾ കൊച്ചു കരയുക. കാരണം അറിയാമോ, കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്തതിൻ്റെ ഫലമാണ്. പിന്നെ ആ അമ്മയുടെ മാറോട് ചേർന്ന് കിടക്കുമ്പോൾ വളരെ കംഫർട്ടബിളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ വരുന്നത്. അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ കൊച്ചു അവിടെ നിന്ന് കരയും. കാരണം അറിയാമോ, ആ കംഫോർട്ട് സോണും ബ്രേക്കായി. അങ്ങനെ അച്ഛൻ്റെ കയ്യിലിരിക്കുമ്പോഴാണ് ദേ അങ്കിൾ വരുന്നു, ആൻറ്റി വരുന്നു. അവരുടെ കയ്യിലോട്ടൊക്കെ കൊടുക്കുമ്പോൾ കൊച്ചുങ്ങളെല്ലാം കരയും. വേറൊന്നും കൊണ്ടല്ല, കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് വലിയ പെയിനാണ്. ആ പെയിനാണ് നമ്മുടെ ജീവിതത്തിൽ ഗെയിൻ എന്ന് ഓർക്കുക. കംഫോർട്ട് സോണിൽ ഇരുന്ന് അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. സോ നമ്മൾ പെയിൻ വേദനിക്കുന്നെങ്കിൽ, കഷ്ടപ്പെടുന്നുവെങ്കിൽ, ബുദ്ധിമുട്ടുന്നുവെങ്കിൽ നല്ല വിജയങ്ങൾ നമുക്ക് കരസ്ഥമാക്കുവാൻ കഴിയും. നോ പെയിൻ നോ ഗെയിൻ. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ വളരെ ഭയങ്കര കഷ്ടമാണ്, പ്രയാസമാണ്, സങ്കടമാണെന്നൊക്കെ പറഞ്ഞ് പേടിക്കേണ്ട. നിങ്ങൾ വലിയ വിജയത്തിലേക്ക് ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നിങ്ങൾ ആ വിഷയത്തിൽ സക്സീഡായിത്തീരും. നോ പെയിൻ നോ ഗെയിൻ. പെയിനുണ്ടോ, വിജയങ്ങളുണ്ട്. താങ്ക് യു.